ആപ്പിൾ 2016 ശേഷം മാക്ബുക്കിൽ അവതരിപ്പിച്ച ഒരു എക്സ്ട്രാ ഫീച്ചറാണ് ടച്ച് ബാർ എന്ന് പറയുന്നത്. ടച്ച് ബാർ കൊണ്ട് വളരെയധികം ഉപകാരങ്ങളുണ്ട്. വർക്ക് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ പലർക്കും അത് വളരെ യൂസ്ഫുള്ളാണ്. ടച്ച് ബാർ എന്ന് പറയുന്നത് ഒരു മിനി ഡിസ്പ്ലേ ആണ്. ടച്ച് ഫംഗ്ഷനുള്ള ഒരു മിനി ഡിസ്പ്ലേ ആയിട്ടാണ് ടച്ച് ബാർ ഉള്ളത്. ആ ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്ബുക്കിൻ്റെ പല ഫീച്ചേഴ്സും അതിൽ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ ടച്ച് ബാർ എന്ന് പറയുന്ന ആ ഒരു ഹാർഡ്വെയറിന് കംപ്ലൈൻറ്റ് വന്നിട്ട് ഒരുപാട് പേര് റീപ്ലേസ്മെൻറ്റിന് കമ്പനി ചെല്ലുന്ന സമയത്ത് ഈ ടച്ച് ബാർ എന്ന് പറയുന്ന ആ ഒരു ഹാർഡ്വെയർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ കമ്പനി ചെയ്യുന്നത് ടച്ച് ബാർ വിത്ത് ടോപ്പ് കേസ് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടോപ്പ് കേസ് ഫുള്ളായിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു വലിയ എമൗണ്ട് നമുക്ക് ചിലവ് വരുന്നുണ്ട്. ടച്ച് ബാർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ടച്ച് ബാർ റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2016 ശേഷമുള്ള എല്ലാ മോഡലുകളിലും ടച്ച് ബാർ വന്നിട്ടുള്ള എല്ലാ മോഡലുകളിലും M1 ഉൾപ്പെടെയുള്ള എല്ലാ മോഡലുകളിലും ഒരു തേർഡ് പാർട്ടി സർവീസ് സെൻറ്ററിൽ നമുക്ക് ടച്ച് ബാർ യൂണിറ്റ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ടച്ച് ബാർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടച്ച് ബാർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സർവീസ് സെൻറ്ററുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ടച്ച് ബാർ മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം 2016-17 മോഡലുകളിൽ അവർ ടോപ്പ് കേസ് വിത്ത് ബാറ്ററി, കീബോർഡ് എല്ലാം കൂടെ ഒരു വലിയ യൂണിറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് നമുക്ക് സർവീസ് ചാർജ് ആയിട്ട് വരും. പക്ഷേ നമുക്ക് ഈ ടച്ച് ബാർ കംപ്ലൈൻറ്റ് ഉള്ളത് ഈ ടച്ച് ബാർ മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെയധികം കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ മോഡലിനും ഓരോ റേറ്റാണ്. 15 ഇഞ്ചിനും 13 ഇഞ്ചിനും പുതിയ മോഡലുകൾക്കൊക്കെ പല റേറ്റാണ്. എന്നാൽ പോലും നമുക്ക് വളരെയധികം കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 2141 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിപ്പോൾ ടച്ച് ബാർ ഫെയിലായിട്ട് ഇത് ടച്ച് ബാർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരിക്കലും വന്നതാണ്. ഇപ്പോൾ ആപ്പിൾ ട്രോണിക്സിൽ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എല്ലാ മോഡലിൻ്റെയും ടച്ച് ബാർ ഡിസ്പ്ലേ മാത്രമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ സർവീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഈ ടച്ച് ബാർ എന്ന് പറയുന്ന ഈ ഒരു ഹാർഡ്വെയർ ഇതിനകത്ത് ഈ ബോഡിയിൽ ഇത് ഒരു ഹാർഡ് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ ബോഡിയിൽ ഒട്ടിച്ചാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ ഇത് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ടച്ച് ബാർ ഇതിൽ നിന്ന് സേഫായിട്ട് കീബോർഡിന് പ്രോബ്ലം ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ സേഫായിട്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ടച്ച് ബാർ ഇതിൽ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ടച്ച് ബാർ യൂണിറ്റ്. ഇതിൻ്റെ ടച്ച് ബാർ സക്സസ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ആപ്പിളിൻ്റെ എല്ലാ മോഡലിൻ്റെയും ടച്ച് ബാർ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വരുന്നത് A1707, A1706 തൊട്ടുള്ള 2016 തൊട്ടുള്ള മോഡലുകളിലാണ് ആപ്പിൾ ടച്ച് ബാർ 13 ഇഞ്ചിലും 15 ഇഞ്ചിലും ടച്ച് ബാർ ഫീച്ചർ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ടച്ച് ബാർ കംപ്ലൈൻ്റ് ആയിട്ട് ഫുൾ ടോപ്പ് കേസ് വിത്ത് കീബോർഡ്, ബാറ്ററി എല്ലാം കൂടെ കൂടിയിട്ട് കമ്പനിയിൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വാറണ്ടി പീരീഡിൽ കമ്പനി അത് ടച്ച് ബാറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് മാറ്റിത്തരും. വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഈ ഫുൾ യൂണിറ്റ് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം ഈ രീതിയിൽ ഇങ്ങനെ ഒരു വർക്ക് നടന്നെന്ന് അറിയാത്ത രീതിയിൽ ആ രീതിയിൽ ഫിനിഷിങ്ങിൽ ഇതിനകത്തൊരു പാട് പോലും ഇല്ലാതെയാണ് നമ്മൾ ഈ ടച്ച് ബാർ ഞാൻ ഇതിനകത്ത് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് മോഡലിൻ്റെയും ടച്ച് ബാറുള്ള ഏത് മോഡലിൻ്റെയും ടച്ച് ബാർ സക്സസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്.
ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയർ ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ എല്ലാ തരത്തിലുമുള്ള റിപ്പയർ ഞങ്ങളുടെ സർവീസ് സെൻറ്ററിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയർ ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.